മലയാളി നേപ്പാളിലേക്ക് സ്വാഗതം. മലയാള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പക്ക പിള്ളേർക്ക് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ ഒരു ദേഷ്യം വന്നിരിക്കുന്നുണ്ടോ? എന്തിനാന്നറിയാവോ? മൈക്ക് അവളുടെ കയ്യിലുണ്ട് കേട്ടോ. മൈക്ക് അവൾക്ക് കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ് കേട്ടോ. മീര, ഞാൻ മീരയുടെ മൈക്ക് ഉണ്ടല്ലോ. മിറക്കോട്ടനെ ഞങ്ങൾ പയ്യെ ടാബ് ഓൺ ആക്കി കൊടുത്തു കേട്ടോ. മിറക്കോട്ടൻ എന്നാ കഴിക്കുന്നത്? മീര ചിക്കനാണോ? അവളിവിടെ സീരിയൽ പോലത്തെ സാധനം കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നാലും നമ്മുടെ പരിപാടി നടക്കുള്ളൂ. നിമിഷം ചിക്കൻ ബ്രസ്റ്റ് കൊണ്ടാണ് നിമിഷം ഉണ്ടാക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ആണോ? നമ്മൾ വേറെ പീസസ് ഒന്നും മേടിച്ചിട്ടില്ല. ചിക്കൻ ബ്രസ്റ്റ് ഞാൻ 2 എണ്ണം തനിയെ മേടിച്ചത്. ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നു കേട്ടോ. ഫില്ലറ്റ് പോലെ ജസ്റ്റ് രണ്ടും കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? രണ്ടും ഉണ്ടാക്കുന്നുണ്ടോ? 3/4 കിലോ വരുന്നു അല്ലേ? 1 കിലോ താഴെ ഉള്ളൂ. 1 കിലോ താഴെ ഉള്ളൂ കേട്ടോ. 2 ബ്രസ്റ്റ്. അപ്പൊ ഞാൻ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ബ്രസ്റ്റ് ആകുമ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ ഇച്ചിരി കൂടെ ഒരു നല്ലതായിരിക്കും. പിന്നെ ബോണൊന്നും ഇല്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് നല്ലതായിരിക്കും. ഇതാരെ എണീറ്റ് വന്നേക്കുന്നേ? നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ എന്താ പറയാ സ്പൈസസ്, അതായത് കറുവപ്പട്ട, നമ്മുടെ സ്റ്റാർ, തക്കോലം, പിന്നെ ഇത് കുറച്ച് ഏലക്ക കേട്ടോ. ഇത്രയും സ്പൈസാണ് എടുത്തേക്കണത്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇച്ചിരി ഒന്നും കുഞ്ഞായിട്ടൊന്നും അരിഞ്ഞിട്ടൊന്നുമല്ല. എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ഇച്ചിരി ഇടിച്ച് ചതച്ചിട്ടെടുക്കാന്ന്. ചതച്ചിട്ടെടുക്കുമ്പോൾ ഇച്ചിരി നല്ലതായിരിക്കുമല്ലോ. അപ്പൊ ഇത് ചതയ്ക്കാനായിട്ടുള്ള അത്രയും സംഭവങ്ങള്. പിന്നെ ഇത് നമ്മുടെ കുറച്ച് 1.5 സവാള കേട്ടോ. അത്ര ഞാൻ എടുത്തുള്ളൂ, അധികം സവാള എടുത്തില്ല. 1.5 സവാള നമ്മുടെ കുഞ്ഞായിട്ട് നൈസായിട്ട്. അതെ. പിന്നെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി വേവിക്കാനായിട്ട് അങ്ങ് വെച്ചു. ഞാൻ ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുവാണേ സ്പൈസസ് ഒക്കെ. അത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ സംഭവം ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതയ്ക്കാണ് കേട്ടോ നന്നായിട്ട്. ഞാൻ ഒരു സാധനം മറന്നു കേട്ടോ, നമ്മുടെ ഗ്രാമ്പും കൂടി ഇടണം കേട്ടോ ഈ സ്പൈസസിന്റെ കൂട്ടത്തില്. സ്പൈസസ് ഒക്കെ നല്ല മൂത്തതിന്റെ നല്ല മണം നമുക്ക് വരുന്നുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തോട്ട് ഇടാവേ. ഒരു പ്രത്യേക മണം കേട്ടോ. പ്രത്യേകിച്ച് വെളുത്തുള്ളി ഇടാൻ അല്ലേ, ഒരു നല്ല മണം. ഈ മണം ഒന്ന് ആദ്യത്തെ ആ മണം മാറി, ആ പച്ചമണം മാറി, പിന്നെ വേറൊരു മണം ആവും കേട്ടോ. ആ സമയം വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇടുന്നില്ല, ഒരെണ്ണം പോലും ഇടുന്നില്ല കേട്ടോ. നമ്മള് ജസ്റ്റ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ സവാളയിലേക്ക് അങ്ങ് തിരിച്ച് നമ്മൾ സവാളയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പച്ചമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കണം. നമ്മളിപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ഇതിലാണ് നമ്മൾ ഈ സ്റ്റൂ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പച്ചമുളക് എന്നുള്ള സംഭവം നമ്മൾ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. എന്തോ കാലെടുത്ത് മേടി വെച്ചേക്കുന്നു. വീട്ടിന് അവിടെ അവന്റെ ആ ഡ്രസ്സ് മാറ്റി കഴിയുമ്പോ ഭയങ്കര കരച്ചില്. അവൻ ഇട്ടുന്ന ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ വലിയ ഡ്രസ് ഇട്ടാലും അങ്ങനെ. കാരണം എന്താ പറയാ, അതിനകത്ത് 3 പൂവുണ്ട് ഫ്രണ്ടിൽ. ആ പൂവ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് പിടിച്ചോണ്ടാണ് നടക്കുന്നത് കേട്ടോ. ഇന്നിപ്പൊ പെട്ടെന്ന് ആശാന് കുളിച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര ഉറക്കം വന്നോട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഡ്രസ്സ് ഒന്നും കിട്ടില്ല. അപ്പൊ മിറയുടെ ഡ്രസ്സാ പെട്ടെന്ന്. അപ്പൊ എടുപ്പാണല്ലോ, ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ. അത് എടുത്തിട്ട് ആളങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പൊ ഏറ്റു വന്നപ്പോഴാണ് സത്യം ഇതാണല്ലോ ഇവർ ഇട്ടേക്കണെന്ന് ഓർത്ത തന്നെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി അടുത്ത് നമ്മുടെ സവാള ഇടാണ് കേട്ടോ. പെട്ടെന്ന് വേവാനായിട്ട് നമ്മൾ ശകലം ഉപ്പ്, അതെല്ലാവർക്കും അറിയാം. ഉപ്പ് ഞാനിടാ, ആരോടും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പിടാണ്. ഒന്നും അറിയില്ലാത്തവർക്ക് അതറിയാം. ഉപ്പ് ഇടണം. അതുപോലെ മഞ്ഞപ്പൊടി ഇട്ടാലും പെട്ടെന്ന് ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടാവത്തില്ല. അത് ഓവനിൽ വെച്ച് നമ്മളൊന്ന് 1 മിനിറ്റ് ചൂടാക്കിയാല് അത് നന്നായിട്ടാവും. അതുപോലെ തന്നെ ഈ സവാള നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ മൂപ്പിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് വാടും. നീ ഇത് ഞെരടിയില്ലല്ലേ? നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് വിടിച്ചു കൊടുത്തിട്ട് അത് അമ്മ പറഞ്ഞ ട്രിക്ക് കേട്ടോ. പിന്നെ അതുപോലെ ഓവനിൽ വെക്കണം എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. സത്യം ഞാൻ അത് ഓർക്കുന്നുണ്ട് കേട്ടോ. സവാളയുടെ പച്ചമണം കളർ മാറി തന്നെ ചെറിയതായിട്ട് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ ഇടാൻ പോവാണ്. ചിക്കൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എന്ത് വെച്ച് തിരുമ്മി ഒന്നും വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് റോ ചിക്കൻ അങ്ങനെ തന്നെ കേട്ടോ. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ്, അതെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞ് ഇനി നമ്മുടെ ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്.
ഇപ്പൊ നമ്മുടെ ഈ ചിക്കൻ നമ്മുടെ ചിക്കന് സാധാരണ കളർ അറിയാലോ, നമ്മുടെ ഒരു ചെറിയൊരു ഫ്ലഷിന്റെ ആ ഒരു കളറ്. ഈ ചിക്കൻ നല്ലതായിട്ടൊരു വൈറ്റ് കളർ ആവുന്നോടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ചിക്കൻ മൂടി വെക്കരുത്. ഇപ്പം ചിക്കൻ്റെ ഈ വൈറ്റ് കളർ ഇപ്പൊ ചെറിയൊരു വൈറ്റ് ആവുന്നുണ്ട്. ഈ ഫുൾ ചിക്കൻ വൈറ്റ് ആവുന്നോടെ വരെ നന്നായിട്ട് ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. അതെ, ചില ഫ്രൈ പോലെ അങ്ങനെ ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ക്യാരറ്റ് കഴിക്കൂ ഇതിന്? ക്യാരറ്റ് പിടിക്കുന്നുണ്ട്, അവർക്ക് ക്യാരറ്റ് വേണം. സ്കൂളിൽ പോകുന്നോണ്ടേ ഇത് ഞാൻ ഇന്നലെ തക്കാളി അരിഞ്ഞോണ്ട് അവർക്ക് തക്കാളി വേണം. ആണോ? സ്കൂളിൽ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ കുഞ്ഞു മിനി ക്യാരറ്റ് ഇല്ലേ, അതിങ്ങനെ കൊടുക്കൂട്ടോ ഇവർക്ക്. വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കഴിച്ചു. ശക്തി മസിൽ കാണിക്കുവാടി കഴിച്ചിട്ട്. ഞാൻ ചിക്കൻ ആവുന്ന സംഭവം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുവാണേ. പൊട്ടറ്റോ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഹാഫ് എന്താ പറയാ ബോയിൽഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ക്യാരറ്റ് നമുക്ക് അങ്ങനൊന്നും ചെയ്യണ്ട കേട്ടോ, നേരെ നമ്മുടെ ഇതിലേക്ക് ഇടുക. ഇപ്പൊ എന്തേ നമ്മുടെ ചിക്കന്റെ കളർ ഏകദേശം നല്ല വൈറ്റ് കളറിലേക്ക് മാറിയില്ലേ ചായ, കണ്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ ഈ പച്ചക്കറിയുടെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. പകുതി വെന്തു ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫ്രൈ പോലെ, ചെറുതായിട്ട് ഷാലോ ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലെ. ഇനി നമ്മുടെ പൊട്ടറ്റോയും ഉരുളക്കിഴങ്ങും ഇതിനകത്തോട്ട് ഇടാം. അതുപോലെ നമ്മുടെ കരിയാപ്പില, ഇനിയാണ് നമ്മുടെ കരിയാപ്പില ഇടുന്നത് കേട്ടോ. ഇച്ചിരി കുഞ്ഞാട്ടൊന്ന് ഇതെല്ലാം കൂടെ കയറ്റി ഒന്ന് ഇളക്കാം കേട്ടോ. ഉപ്പിടാൻ പോവാണ്. ഞാൻ ആദ്യം ഇട്ട് ഉപ്പാണ്, പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി കൂടെ ഉപ്പ് വേണം, ശകലം മതി കേട്ടോ. സവാളക്കിട്ട് ഉപ്പേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇത്രയും നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ കണക്കായിട്ട് ഇച്ചിരി ഉപ്പൂടെ ഇടുക കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾസിനും ചിക്കനും ഒക്കെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഇട്ട് ഉപ്പാണ്, പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം എനിക്കൊരു ചെറിയൊരു ഏകദേശം ഐഡിയ കിട്ടി. അപ്പം ഞാൻ അതനുസരിച്ച് ചിക്കനും വെജിറ്റബിൾസിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടോ കേട്ടോ. പിള്ളേർ കഴിക്കാൻ നമ്മൾ എന്തും ചെയ്യും. സത്യം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്താൽ നിങ്ങളൊക്കെ വല്ലതും കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പാടാന്നേ, പച്ചക്കറിയൊക്കെ അല്ലാതെ ചെല്ലാൻ ഭയങ്കര പാടാ. ഇതിനി ഇങ്ങനെ ആയിരിക്കട്ടെ, കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്ന ക്രീം കോക്കനട്ട് ക്രീം എന്നാണ് കേട്ടോ. അത് ഇച്ചിരി കട്ടിയാണ്, നമ്മുടെ സാധാരണ തേങ്ങാപ്പാല് പോലെ ഇച്ചിരി ലൂസ് അല്ല കേട്ടോ. അപ്പം ഞാൻ അത് ഇച്ചിരി ലൂസാക്കാൻ വേണ്ടി ശകലം വെള്ളവും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതൊരു ബൗളിനകത്താക്കി ഇടുവാണ്. ഭയങ്കര കട്ടി ക്രീമാണ് കിട്ടും, പക്ഷേ ടേസ്റ്റ് ഇതിന് കൂടുതലാണ്. ഇച്ചിരി നല്ല തിക്കായിട്ട് ഇടും, നമുക്ക് നല്ല ഗ്രേവി ഇച്ചിരി നല്ല ഇതാണ്. What are you doing, മിറ? ബിരിയാണി ഉണ്ടാക്കുവാണോ? ബിരിയാണി ഉണ്ടാക്കുക കല്ലിലടിച്ച്. ഈ ഒരു കട്ടിക്ക് മതി കേട്ടോ നമുക്ക് തേങ്ങ. പിന്നെ അല്ലാതെ കോക്കനട്ട് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയും അതിനകത്ത് നമ്മൾ എങ്ങനെയാ നിങ്ങളുടെ അളവനുസരിച്ച് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതെ, അത് ഏകദേശം നല്ല ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണേ. നാട്ടിലാണെങ്കിൽ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കും കേട്ടോ ഇപ്പം, അല്ലേ? അതെ, രണ്ടാം പാൽ ഇട്ട് ഒന്ന് ഇളക്കി. നല്ല മണം വരുന്നുണ്ട് ഓൾറെഡി കേട്ടോ. സംഭവം ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഇച്ചിരൂടെ ആണോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ ഗ്രേവിക്ക് നല്ലൊരു എന്നാ പറയണേ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പം കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും കേട്ടോ. നമ്മളെ വെള്ളം പോലെ ഇരിക്കില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നവർക്ക് ഇപ്പൊ വേണമെങ്കിൽ ചെറുതായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ല അല്ലെ? ചില പിള്ളേരൊക്കെ കഴിക്കും കേട്ടോ. കുരുമുളക് ഇട്ടാലും ഒരുപാട് ഇച്ചിരി എരിവുണ്ടെങ്കിലും ഒന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം ഇനി നമ്മളിത് നന്നായിട്ട് ഒന്നുകൂടെ മൂടി വെക്കാം കേട്ടോ. ചിക്കൻ ഇച്ചിരി നന്നായിട്ട് വേവാനുണ്ട്, ഇത് മൂടി വെക്കാം. ഇവിടെ എവിടെ ഇരുത്താലും പ്രശ്നമുണ്ട്. ഈ കറിവേപ്പില എല്ലാം ഊർത്തി താഴെ ഇടുന്ന നിമിഷ മേക്കിംഗ് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുവാണോ? ഞാനിക്ക് ഇച്ചിരി തരണം കേട്ടോ. ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ഈ തേങ്ങാപ്പാലം നന്നായിട്ട് വേവാനായിട്ട് വെക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക, അടിയിലൊന്നും പിടിക്കുക, കാരണം നന്നായിട്ട് വെള്ളം ഇറങ്ങും ചിക്കനിൽ നിന്ന്. അപ്പൊ ഒരു 10-12 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ മൂടി വെക്കുക. മീഡിയം ഫ്ലെയിം, ഒത്തിരി ഹൈ ഫ്ലെയിം അല്ല, ഞാൻ എന്താണ് മീഡിയം ഫ്ലെയിം ആയിട്ട് വെച്ചേക്കണേ. അങ്ങനെ ശരിയാക്കാം. അപ്പം നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗ്രേവിക്ക് ഇച്ചിരി ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മുടെ ഈ പൊട്ടറ്റോ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് ചെയ്ത് ഇടാനുമാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെക്കി ഇടുവാണേ.
ഇത് ഇടുവാണെങ്കിലേ ഒക്കെ നേരെ ചാറിന്റെ കൂടെ അങ്ങ് പൊക്കോളും. കഷ്ണമായിട്ടൊന്നും കിടക്കുന്നില്ല, മനസ്സിലായോ? ഞങ്ങളെ കഴിപ്പിക്കാൻ ചെയ്തോണ്ടിരുന്ന പരിപാടിയാ. സാമ്പാറിനകത്തെ കഷ്ണങ്ങൾ ഉണ്ടാക്കുമ്പോ സാമ്പാർ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതാ, കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. പുള്ളിക്കാരി തന്നെ മൊത്തം അങ്ങ് ഞെരടി ഇടുന്നേ. ആണല്ലേ? അമ്മ എന്നത്തെ മുരിങ്ങാക്കോലും ഇടില്ല സാമ്പാറിൽ. മുരിങ്ങാക്ക ഇട്ട് ഞാൻ ഞെക്കി ഇത് ചെയ്യാൻ പറ്റില്ല, മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബാക്കി ഞെങ്ങി പോകുന്ന പച്ചക്കറികളെല്ലാം അമ്മ എൻ്റെ എന്നിട്ട് അത് മൊത്തം ഞെക്കി പേസ്റ്റ് പോലെ. സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വീട്ടിൽ വെള്ളം നടന്നു. ഒരു പ്രായമൊക്കെ കഴിക്കാൻ തുടങ്ങിയ പിന്നെ അത് സാധാരണ സാമ്പാറിന്റെ രൂപത്തിലേക്ക് വന്ന്. ഈ ഞെക്കുന്നതിന് കഴിയുമ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വെച്ചാൽ, പണ്ട് എന്റെ പപ്പ ഇതുപോലെ, പപ്പ ഭയങ്കര നിർബന്ധമാണ് പച്ചക്കറി കഴിക്കണമെന്ന്, ഭയങ്കര നിർബന്ധമാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ സാമ്പാറൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കും ഞങ്ങൾ പച്ചക്കറി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിർബന്ധമാണ് അവിടെ ഇങ്ങനെ. നമ്മളെയൊക്കെ അങ്ങനെ കഴിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ എന്തായെന്ന് പറയാം, എനിക്ക് കാച്ചിലാണല്ലോ ചേമ്പ്. എനിക്ക് ഈ സാമ്പാറിനത് ചേമ്പ്, ബാക്കി എല്ലാം കഴിക്കും. ക്യാരറ്റൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ച് പപ്പ ഇങ്ങനെ നോക്കിയിരിക്കും കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നുണ്ടോ നോക്കിക്കണോ. ഈ ചേമ്പ് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോ ഒരു ദിവസം ഞാൻ ചേമ്പ് പപ്പ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പപ്പ എങ്ങോട്ട് നോക്കിയ സമയത്ത് ഞാൻ നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ, വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്, അതിന്റെ അതെടുത്തിട്ട് ചേമ്പടി വെച്ചിട്ട് ആ ഗ്ലാസ് അതിന്റെ മണ്ട വെച്ചിട്ട് അങ്ങ് പീച്ചി അങ്ങ് വെച്ചു. അതിന്റെ മണ്ട ഗ്ലാസ് പപ്പ നോക്കിയപ്പോ ഞാൻ ചേമ്പ് തിന്നു, അങ്ങനെ പറഞ്ഞു കിട്ടു. പക്ഷെ ഇപ്പൊ ഇച്ചാൽ ഈ പീച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് അതായിട്ട് ഓർമ്മ. നമ്മുടെ സ്റ്റൂ നന്നായിട്ട് ആയിട്ടുണ്ട്, കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ടോ. അപ്പൊ ഈ സമയത്താണ് നമ്മൾ ശരിക്കും സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ സമയത്താണ് ഇത് ഇടേണ്ട കേട്ടോ. എല്ലാം കഴിഞ്ഞു. അതെ, ഏകദേശം എല്ലാം നമ്മുടെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അത് ഇടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. എന്താണ്, നമ്മുടെ 1-ാം പാൽ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇടുക. നമ്മൾ പിന്നെ ആ പാൽ തിളപ്പിക്കാൻ വെക്കരുത്, അത് തിളയ്ക്കരുത് എന്നാണ് പറയുന്നത്. ഈ പാലിടുക. പിന്നെ നമ്മുടെ സ്റ്റൂ ആയി റെഡി ആയിട്ടോ. അപ്പം നമ്മുടെ ഈ പാല് ഇടുക. കളർ മാറിയില്ല, നന്നായിട്ടല്ലേ? നല്ല കളർ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ തിളയ്ക്കാൻ പാടില്ല, ഞാൻ ഓഫ് ആക്കാണ് കേട്ടോ. കഴിഞ്ഞു സംഭവം. അതെ അതെ, നീ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാന്ന്. ഞാൻ നേരത്തെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഉപ്പ് നോക്കട്ടെ. സൂപ്പറാ, അടിപൊളി 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 സംഭവം റെഡി. ഞാൻ അടുപ്പത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അത് തിളയ്ക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഉപ്പ് നോക്കി, ഉപ്പെല്ലാം പക്ക നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും ആഡ് ചെയ്യണം. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. കഷ്ണം വേണോ അത് ചാറ് മാത്രം മതി? ഉതി തരാട്ടോ, ചൂടുണ്ട്. തീ കൊടുത്തവന് വെയിലത്ത് പാടില്ലെന്ന് പറയുന്ന ടേസ്റ്റ് എങ്ങനെയുണ്ടോ പറ? അടിപൊളി ടേസ്റ്റ്. അടിപൊളിയല്ലേ? ആ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇത് ഇടുന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ല അതിനകത്ത്. സാധനം കൊള്ളാം കേട്ടോ. കൊടുക്കും ചോറോ ചപ്പാത്തിയോ ബ്രെഡോ അതെ, ഇടിയപ്പോ അപ്പോ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി കാലം പറഞ്ഞു കാട് കയറി എനിക്ക് കൊതിയാവുന്നു. ഇടിയപ്പം അപ്പം കഴിക്കാൻ തോന്നുന്നു. അതെ അതെ, സത്യം. ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കേണ്ട വരും അല്ലേ? ഞാൻ ഓൾറെഡി കഴിച്ചു തുടങ്ങിയല്ലേ. ഒരു രക്ഷയില്ല. ഇവിടെ ഇതൊക്കെ കണ്ടില്ല. ആയി ഒട്ടും എരിവില്ല കേട്ടോ. എരിവ് വേണ്ടവർക്ക് എരിവ് ആഡ് ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ ചായ? ഒരു പ്രത്യേക ഈ ബ്രെഡിന്റെ കൂടെ കഴിക്കുമ്പോ ആ മധുരവും അല്ലേ? ഒന്നും പറയാനില്ല കേട്ടോ. ചിക്കൻ സ്റ്റൂ തന്നെ കേട്ടോ. അത് ബ്രെഡിന്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെ, ചിക്കനൊക്കെ ആയാലും നന്നായിട്ട് വെന്ത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ? നല്ല ടേസ്റ്റ്. എല്ലാം ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അതാണ്. പിന്നെ നമ്മുടെ ഈ പച്ചക്കറി എന്റെ കൂടെ ചെല്ലും കേട്ടോ. അതുമാണ് അതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. ബീൻസ് ആഡ് ചെയ്യാം കേട്ടോ. അതെ, ശരിയാട്ടോ. അത് നമ്മൾ ബീൻസ് ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോ ഓൾറെഡി തീർത്തുന്നു. പക്ഷെ നീ കഴിക്കുന്നുണ്ടോ? ഓൾറെഡി ശകലം തീരാറായിട്ടോ. അതെ, അതുണ്ടോ? ഇത്രയും കൂടെ ഉള്ളൂ. പിള്ളേർക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയതാ, നമ്മളെ കഴിക്കുന്നത്. അപ്പം മിറായിക്ക് ഒരു ചെറിയ കഷ്ണം ബ്രെഡ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവള് അപ്പം തന്നെ വാങ്ങിച്ചു കഴിച്ചു. മെരിക്കൂടാ ടാബൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക അവള് ബാക്കി കഴിക്കാനായിട്ട്. 1 2 3 4 5 6 അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ഞങ്ങളുടെ ടിവിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ടാബ് കൊടുത്തത്. ഗുഡ് ഗേൾ, മെഡിക്കി, വെൽ ഡൺ. നമ്മുടെ ടിവി ഇന്നലെ അടിച്ചുപോയി അല്ലെ? ടിവിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഓണാവുന്നില്ല, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെ? അത് ഓണാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും പെട്ടിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആയുധം വീണ്ടും എടുക്കേണ്ട വന്നു കേട്ടോ. അതെ അതെ, അതുകൊണ്ട് അവള് ഇതിനകത്താണ് അവള് പരിപാടി എല്ലാം ചെയ്യുന്നത്. ഹലോ, വേഗം വാ, ഇവിടെ ഡാൻസ് ഇതന്നെ ചവിട്ടാ. അയ്യോ ചമ്മേ, ആണോ? അമ്മ എന്നെ ഉണ്ടാക്കിയത് നോക്കിക്കേ. ഇതിന് ഇഷ്ടമുള്ള സാധനം നീ നിർത്തിച്ച് കഴിച്ചോണ്ടിരിക്കുക.
കൊള്ളാവോ പിന്നെ ഇതിലേക്കാ നോക്കുന്നത്. ഇവന് TV കാണണമെന്നില്ല കേട്ടോ, ഇവന് അല്ലാതെ ആണെങ്കിലും കഴിച്ചോളൂ, എന്തെങ്കിലും കളിച്ചോണ്ട് വേണോ തരാം ഇവളാണ് പാട് കേട്ടോ, TV ഇല്ലാതെ തരാം ടാബ് ഇല്ലാതെ അവൾ കഴിക്കാൻ ഇച്ചിരി പാടാ. This one you want this one? എന്താ ഇഷ്ടല്ലേ പിള്ളേർക്കല്ലേ, എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിത് അന്ന് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തള വരുന്നത്. തരാം അടുത്തോ വരുന്നു മേടിക്കും. അങ്ങനെ ഫുഡ് കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. നല്ല കാറ്റ്, അന്ന് നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടില്ല ഇതുവരെ കേട്ടോ. സാധാരണ ഈ സമയത്തൊക്കെ നല്ല കൊടുംചൂടാവുന്ന കേട്ടോ, പക്ഷെ വലിയ ചൂടായിട്ടില്ല. അദ്ദേഹം സഹായിച്ച്. ഇത് നമ്മുടെ ഗ്രേപ്സിന്റെ കളർ പതുക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാട്ടോ നിങ്ങളെ. പഴയ ഗ്രേപ്സ് അല്ല, പഴയ ആളൊന്നും അല്ല, എല്ലാത്തിന്റെ കളർ മാറി വരുന്നുണ്ട് കേട്ടോ. അല്ലേ, നല്ല തിക്കായിട്ട് ഞങ്ങളത് ജസ്റ്റ് ഒന്ന് സിപ്ലോക്കിലിട്ട് മൂടി വെച്ചല്ലേ നിമിഷ. അതെ ഇവിടെ ഈ നമ്മുടെ പാരറ്റും അങ്ങനെ കിളികളൊക്കെ ചിലപ്പോ ഇങ്ങനെ വന്ന് കൊത്താറുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ കണ്ടോ നിങ്ങൾ, ആപ്പിളും ഞങ്ങൾ മൂടി വെച്ചേ. ഗ്രീൻ ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ അല്ല, ഗ്രീൻ അല്ല, റെഡ് കളർ. അത് ഗ്രീൻ ആപ്പിൾ ആണ് നിൽക്കുന്നത് അല്ലേ. വാടക നിൽക്കുന്ന വാടക കയറി വരുന്നുണ്ടല്ലേ, പൊങ്ങി വരുന്നുണ്ട്, കാണുമ്പോ തന്നെ ഒരു സന്തോഷം. അതുപോലെ തന്നെ നിമിഷ റീവൂട്ടൻ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. റീവൂട്ടൻ നമ്മുടെ കൂടെ അല്ല, എന്റെ കൂടെ. ഞാൻ റീവു കേട്ടോ നാട്ടിൽ പോകുന്നു. അവർക്കെല്ലാവർക്കും റീവിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. എല്ലാരും റീവിനെ അധികം ഒന്നും എന്തോ എടുത്തിട്ടില്ല, കുറച്ച് സമയം കൊഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ. അതുകൊണ്ട് ഞങ്ങൾ റീവിനെ ചിലപ്പോ ഒരു 2-3 മാസത്തേക്ക് ചിലപ്പോ നമ്മൾ നിർത്തും കേട്ടോ, അറിയില്ല തീരുമാനിച്ചിട്ടില്ല, പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരേതായാലും എന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിർത്തണം വേണ്ടെന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ കത്തിരിക്ക കണ്ടോ നീ, അതെ ഇഷ്ടംപോലെ എല്ലാം നല്ല വലുതായി കേട്ടോ. എല്ലായിടത്തും ഉണ്ടായി കിടപ്പുണ്ടേ. അതുപോലെ നമ്മുടെ ഉള്ളി നോക്കി, ഉള്ളി കുഞ്ഞിലാണ് സവാളാണ് അറിയില്ല, സത്യം പറഞ്ഞ അറിയില്ല കേട്ടോ. പറിച്ച് നോക്കിയാലേ അറിയാവുള്ളൂ. കുക്കുംബർ ഞങ്ങളെ പറിച്ചു. അതെ വേറൊരു കുക്കുംബർ കൂടെ ഉണ്ടോ ഉണ്ടായോ? ഇതിന്റെ വലിപ്പം കണ്ടോ നീ? ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഇത്ര നാളെ ഞങ്ങള് കണ്ടില്ലായിരുന്നു. ഇത് കിടക്കണേക്ക് അങ്ങനെ ഞാൻ നമ്മുടെ കുക്കുംബർ പറിച്ചിട്ടുണ്ട്. നിമിഷ അതിന്റെ വലിപ്പം കണ്ടോ? എന്തുവാണ് അടിപൊളിയാണല്ലോ ചായ, സൂപ്പർ ആണല്ലോ. കൃഷിയൊക്കെ നല്ലതായിട്ട് മെച്ചപ്പെട്ടു കേട്ടോ. ചെറിയൊരു വിശേഷം പറയാനുണ്ട് കേട്ടോ. അല്ലേ ചായ, നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ട്. വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ അതായിരുന്നു കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ട് അല്ലേ. വേറൊന്നും അല്ല, കുഞ്ഞു കാറ് വരുമ്പോ നിങ്ങളെ കാണിച്ചു തരാം. നല്ല കുഞ്ഞു കാർ എന്ന് പറയാൻ പറ്റുമോ? ഒരു കുഞ്ഞു വലിയൊരു കാറ്. ഞങ്ങളുടെ ഒരു ഭയങ്കര ആഗ്രഹം സാധിക്കാൻ പോവാണ് കേട്ടോ അല്ലെ. കുറെ നാളായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. ഏതായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഒരു ആഗ്രഹം കണ്ടപ്പോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനും ഓർത്തു ഞാൻ എത്രയും അങ്ങനെയല്ല, അങ്ങനെ അതുകൊണ്ട് നമ്മൾ അങ്ങ് രണ്ടുപേരും അങ്ങ് തീരുമാനിച്ച് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. കിട്ടില്ല കേട്ടോ, വണ്ടി നമ്മൾ മേടിച്ചിട്ടില്ല. വണ്ടി കിട്ടുമ്പോ ഞങ്ങൾ വരുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം. അടുത്ത ആഴ്ചയായിട്ട് കേട്ടോളൂ. ഞാനൊരു സ്പെഷ്യൽ കോട്ടിംഗ് ആണ് കേട്ടോ, പെയിന്റ്. അപ്പൊ പെയിന്റ് പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റും അവര് സീറ്റ് പ്രൊട്ടക്ഷനും അവര് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടിയിട്ടില്ല. അടുത്ത ആഴ്ച വണ്ടി കിട്ടുമ്പോ ഞങ്ങൾ വീഡിയോ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. എന്താ പറയാ, നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമല്ലോ. നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് പോയി വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് വരാട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് വേണം. നമുക്ക് നല്ലൊരു പാട്ട് കൂടെ പാടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് ഞാൻ പാടാൻ വന്നത് കേട്ടോ. അത് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. പാടി കഴിയുമ്പോൾ പറയാം ഞങ്ങളുടെ ഫേവറേറ്റ് ആണോ. എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ് ആയിരിക്കും കേട്ടോ. അതെ. നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകയേ, കനലു തൂവും നീനൽ മധുരമാകുന്നേ, ദൂരം തേടിടുന്നേ, ആ മിഴിയോരം നനയുകയോ, മനമെങ്ങോ ഒഴുകുകയോ, ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും, ചെറുതൂവൽ ചിരി പകരും, തലോടും താനേ കഥ തുടരും. അടിപൊളി.
ഇത് ഫുള്ള് പാട്ടായല്ലോ നിമിഷ. ഇതിന്റെ ഈ ഇൻഡപ്തിലേക്കൊക്കെ പോകുന്ന കുറച്ച് ദിവസം മുമ്പാണ് കേട്ടോ. അപ്പൊ അത് പാടി തുടങ്ങി പിന്നെ എനിക്ക് പാട്ടേ ഉള്ളാലേ ചായ ഏത് നേരം പാട്ടാ. ഏത് നേരം ഈ പാട്ട് കേൾക്കാൻ പാടിയ ഞാൻ പറയും നിർത്താൻ ഒരു വയ്ക്കും. അപ്പൊ ഞാൻ നന്നായിട്ട് പാടി ഏതായാലും നീ പ്രാക്ടീസ് ചെയ്താലും ഒക്കെ കലക്കി കേട്ടോ. നമുക്ക് നമ്മുടെ പയ്യ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്താൽ ചിക്കൻ സ്റ്റൂ നിങ്ങൾ കണ്ടു, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ സൂപ്പറാണ് അല്ലെ, ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യണം, ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ അതിഥി വരുന്ന വഴിക്ക് നമ്മൾ അപ്പൊ തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഉടനെ തന്നെ അല്ലെ. അടുത്ത ആഴ്ച ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, തിങ്കളാഴ്ചയായി. തിങ്കൾ ചൊവ്വ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വണ്ടി കിട്ടും കേട്ടോ. ന്യൂ ഇയർ ആയി, നമ്മളെല്ലാരും 2026 പ്രവേശിച്ചു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും ഒരു നല്ല വർഷം ആവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അതുപോലെ വിഷ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ നമ്മൾ പറയുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ. അപ്പം ഞങ്ങൾ ഇതേ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിവസം നമ്മുടെ അതിഥി വീഡിയോ ആയിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അതുവരെ എല്ലാവർക്കും നിമിഷ ബൈ.